പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിന് മാറ്റമില്ല. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലും ലോവർ കുട്ടനാട്, മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങിയത്. രണ്ടാം കൃഷി ഇറക്കിയ കർഷകർക്ക് വലിയ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കനത്ത ആഘാതമാണ് കേട്ടോ നിലവിലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കാവാലം ജങ്കാർ സർവീസ് നിർത്തിവെച്ചതോടെ കാവാലം പഞ്ചായത്ത് ഏകദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലും അമ്പലപ്പുഴ തിരുവല്ല റോഡിലും ഗതാഗതം 5-ാം ദിവസവും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ചെറിയ വാഹനങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോകുന്നുണ്ട്. അപ്പർ കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിപ്പോഴും തുടരുന്നു. മുട്ടാർ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. S ശരൺ ഇപ്പോൾ ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരത്തുണ്ട്. അവിടെ എന്താണ് അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. മൊത്തം കുട്ടനാട്ടിൽ എന്താണ് അവസ്ഥ? രാവിലെ മഴയുണ്ടല്ലോ, കൊടയൊക്കെ പിടിച്ചാണല്ലോ ഇപ്പോൾ. പല റോഡുകളിലും ഇപ്പോഴും വെള്ളം കയറി കിടപ്പുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡ്, തിരുവല്ല അമ്പലപ്പുഴ റോഡ്, ഇതൊക്കെ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടെന്ന് കേൾക്കുന്നു. വെള്ളം കയറുന്ന വേഗതയിൽ ഇറങ്ങിപ്പോയിട്ടില്ല. ഇന്നലെ പൊഴിയൊക്കെ മുറിക്കാനും ഷട്ടറുകളൊക്കെ പൊക്കാനും നമ്മുടെ വാർത്തയെ തുടർന്ന് നേതാക്കളൊക്കെ എത്തി. വളരെ നാടകീയമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു തോട്ടപ്പള്ളി സ്പിൽവേയിൽ. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? കുട്ടനാട്ടിൽ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഈ അപ്പർ കുട്ടനാടിനെ സംബന്ധിച്ച് 2 താലൂക്കുകൾ, അതായത് ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ പ്രളയക്കെടുതി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചെങ്ങന്നൂർ താലൂക്കിലെ ഭൂരിഭാഗ പ്രദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം ഇറങ്ങിയിരുന്നതാണ്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് കുട്ടനാട് താലൂക്കിലെ അവസ്ഥയാണ്. ഞാൻ നിൽക്കുന്നത് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ പിറകുവശത്തായിട്ടാണ്. അതായത് അവിടേക്ക് പോകാനായിട്ട്, മുട്ടാർ ഭാഗത്തേക്ക് പോകാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിരുന്നത്. പക്ഷേ അവിടേക്ക് കടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ പിറകുവശത്തുള്ള കടകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്ക് എത്തിയിരുന്നതാണ്. അപ്പോൾ എത്ര പ്രളയ സമാനമായൊരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ മുട്ടാർ ഭാഗത്തേക്കൊന്നും തന്നെ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തലവടി, മുട്ടാർ അടക്കമുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇങ്ങനെ തന്നെ വെള്ളക്കെട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം ഇറങ്ങുന്നതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കൽ നടപടികൾ, അത് വൈകിയെ സംബന്ധിച്ച് നമ്മൾ വാർത്ത നൽകുക, അതിന് പിന്നാലെ ഈ നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോഴും ചെറിയ തോതിൽ മാത്രമാണ് ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഇതിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാര്യമായ മഴയൊന്നും തന്നെ പെയ്യുന്നില്ല. ചെറിയ മഴയാണ്, ഇടവിട്ട മഴയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ വെള്ളക്കെട്ട് വലിയ ദുരിതത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്നുണ്ടെന്നുള്ളതാണ്. നേരത്തെ 2018-ലാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അന്ന് ഈ ചക്കുളത്തുകാവ് ക്ഷേത്രം പൂർണ്ണമായി മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് വെള്ളം ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 താലൂക്കുകളിലും, ഈ ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട് താലൂക്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മാറിയിട്ടില്ല. എന്തായാലും ഈ ചെങ്ങന്നൂർ താലൂക്കിൽ വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ കുട്ടനാട്ടിലെ ഇങ്ങനെ ഒരു സാഹചര്യം കാണാൻ കഴിയുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അമ്പലത്തിന്റെ പൊതുവായ സാഹചര്യം നമുക്ക് പിറകുവശത്ത് നിന്ന്, അതായത് വലിയ തോതിൽ തന്നെ ഇവിടെ വെള്ളം കയറിക്കിടന്നിട്ടുണ്ട്. ശ്രീകോവിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രം ഈ വെള്ളത്താൽ വലിയ തോതിൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്തായാലും ഈ കുട്ടനാട് താലൂക്കിലെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും ഇതേ സാഹചര്യം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇവിടെയുള്ള കടക്കാരെ സംബന്ധിച്ചും അവർക്ക് തിരികെ വന്ന് ഈ കടയൊക്കെ തുറന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. നേരത്തെ കടയിലുള്ള ആളുകളുമായി സംസാരിച്ച് അവർ പറഞ്ഞത് ഈ പൂജാ സാധനങ്ങളടക്കം വലിയ തോതിൽ തന്നെ നശിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അതൊരു കൃത്യമായി തന്നെ അതിന്റെ നാശനഷ്ടം എത്രയെന്നുള്ളതും കണക്കാക്കേണ്ടതുണ്ട്. ഓക്കെ, ശരണാണ് ഇപ്പോൾ ചക്കുളത്തുകാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മഴ പെയ്ത് നിൽക്കുകയാണ്. ഏകദേശം ചക്കുളത്തുകാവ് ഒരു പുഴയുടെ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് പോലെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. ഇത് തന്നെയാണ് റോഡിലെ അവസ്ഥയും. ശരൺ, ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് റോഡിലെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ആ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾക്കൊന്നും ഇപ്പോഴും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ലോവർ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഏകദേശം ഇതേ അവസ്ഥയാണ്. കയറിയതുപോലെ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. അതിനിടയിലാണ് ഇപ്പോഴും വെള്ളം പെയ്യുന്നത്. ഇത് റോഡ് ഭാഗമാണ്. അവിടെ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ റോഡിന്റെ ഭാഗമാണ്. കടകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നു. വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് മൊത്തം വെള്ളമാണ്. അവിടെ ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. മൊത്തം അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇതാണ് ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരം. ഏകദേശം കുട്ടനാടിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനി നമുക്ക് റോഡിലെ ചില കാഴ്ചകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കാം. എന്താണ് അവസ്ഥ എന്നുള്ളത്. AC റോഡ്, അതേപോലെ അമ്പലപ്പുഴ
തിരുവല്ല റോഡ് ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ പൂർണ്ണമായും ഈ റോഡുകളിലൂടെ സുഗമമല്ല എന്നതൊരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ. അപ്പോൾ കയറിയതുപോലെ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല, അതാണ് കുട്ടനാട്ടിലെ പ്രശ്നം. അവിടെ നമ്മുടെ പ്രതിനിധി ഇരിപ്പുണ്ട്. നോക്കൂ, വീണ്ടും ഒരു ലോഡ്ജിന് മുന്നിലാണ് നമ്മുടെ ശരൺ നിൽക്കുന്നത്. ഇപ്പോൾ ശരൺ നിൽക്കുന്നത് ഒരു റോഡിലാണ് അല്ലേ? റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇത് സാധാരണ വാഹനങ്ങളൊക്കെ പോകുന്ന, ബസ്സൊക്കെ പോകുന്ന സ്ഥലമാണോ? കാറും ബസ്സും ഒക്കെ പോകുന്നത്? പൂർണ്ണമായും അവിടെ വണ്ടിക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണോ? അരുൺകുമാർ, ഈ വഴി ബസ് പോകാറില്ല, പക്ഷേ കാറൊക്കെ തന്നെ സുഗമമായിട്ട് കടന്നു പോകുന്നൊരു വഴിയാണ്. കാരണം ഈ ചക്കുളത്തുകാവ് ക്ഷേത്രമായതിനാൽ തന്നെ നിരവധി വാഹനങ്ങളൊക്കെ തന്നെ ഈ വഴി വരാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ വാഹനം, അതായത് നമ്മുടെ വാഹനം കിടക്കുന്ന ദൃശ്യം കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ വാഹനം കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അരപ്പൊക്കം എന്നല്ല, അതിന് മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് മറ്റ് പലയിടങ്ങളിൽ, അതായത് നമ്മൾ കടന്നു വന്ന പലയിടങ്ങളിലും ഉള്ളതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തലവടി ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചെറിയൊരു ആശ്വാസമുണ്ട്. അവിടെ നിന്ന് ചെറിയ തോതിലെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഒരു മതിലിന്റെ പകുതിയോളം വെള്ളക്കെട്ടെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ചക്കുളത്ത് കാവിന്റെ പരിസരത്ത് ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അവസ്ഥ. ഇത് കുട്ടനാടിന്റെ ഒരു പ്രതിബിംബമാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. കുട്ടനാട് എങ്ങനെയാണ് എന്നുള്ളത് പ്രതിഫലിപ്പിക്കാൻ നേരെ ഇങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ ഈ അവസ്ഥ അറിയാം. ഇത് തന്നെയാണ് AC റോഡിലേക്കും അവസ്ഥ. പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. അവരൊക്കെ ക്യാമ്പുകളിൽ ഇപ്പോഴും കഴിയുന്നു.